ഒരു വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായി. ഞാൻ ഗുരുവായൂർ വ്ളോഗിന് ശേഷം പിന്നെ വ്ളോഗ് ഒന്നും ഇട്ടിട്ടില്ല. സോ ഇന്നത്തെ വ്ളോഗ് ഇസ് അബൌട്ട് we are going to Malaysia. So ഞാനും അച്ഛനും അമ്മയും കൂടെ മലേഷ്യ പോവാണ് for like 5 days. ഇന്ന് ആക്ച്വലി തേർഡ് നൈറ്റ് ആണ്. ഇറ്റ്സ് ബീൻ ലൈക്ക് 9 or something. ഞങ്ങളുടെ ഫ്ലൈറ്റ് 12:25 ആൻഡ് ഞങ്ങൾ റിട്ടേൺ ചെയ്യുന്ന എപ്പോഴാണ് 8 നൈറ്റ്. പക്ഷേ ലൈക്ക് 9 ഏർലി മോർണിംഗ് എന്തോ ഞങ്ങൾ തിരിച്ചെത്തത്തുള്ളൂ. സോ ഇറ്റ്സ് എ 5 day ട്രിപ്പ്. അപ്പോൾ ഞാൻ വെച്ചു ലൈക്ക് ഇപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കുവാണെങ്കിൽ അതെനിക്കും കൂടെ ഒരു മെമ്മറി പോലെ ആയിരിക്കും. സോ ഐ തോട്ട് ഐ ടേക്ക് എ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞാനും അച്ഛനും അമ്മയും റെഡിയായി. സോ ഞങ്ങളിപ്പോൾ ഇറങ്ങും. അപ്പോൾ ബാക്കി എയർപോർട്ടിൽ പോയിട്ട് ബൈ. ഹായ് ഗൈസ്. സോ നമ്മളൊരു 7:30 ഒക്കെ അപ്പോൾ ലാൻഡ് ചെയ്തു. സോ ഹായ് ഫ്രം ക്വാലാലംപൂർ, മലേഷ്യ. ആക്ച്വലി നമ്മളിങ്ങനെ ഫ്ലൈറ്റ്സ് ഇറങ്ങിയിട്ട് ഭയങ്കര വിശപ്പ് കാരണം നമ്മൾ സബ്വേയിൽ വന്ന് ഫുഡ് കഴിക്കാം. ഇനി ലൈക്ക് നമ്മുടെ ലൈക്ക് വെഹിക്കിളുകൾ വന്നില്ല. സോ അവർ വെയിറ്റ് ചെയ്യുക. നമുക്ക് അകത്തേക്ക് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ അതുവരെ എടുത്തോണ്ട് വന്നത്. സോ നമുക്ക് അമ്മയുടെ റിയാക്ഷൻ നോക്കാം. കൊള്ളാവോ? ശരിക്കും കൊള്ളാവോ? അഭിനയിക്കുവാണോ വീഡിയോ എടുക്കുന്നോണ്ട്? അതിന് പുറത്തെന്തോ ഇലയാ ആണല്ലേ? എനിക്ക് ഉണക്കമീൻ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ കഴിച്ചോ പുറത്ത് കണ്ടത് ഒരു ഇലയാണെന്ന് തോന്നുന്നു. എന്നിട്ട് എന്തോ റൈസ് അകത്ത്. സത്യം പറഞ്ഞാൽ സൂഷി ടേസ്റ്റ് എന്തോ പോലെ. അമ്മ ചുമ്മാ ഓവർ എക്സ്പ്രഷൻ ഇട്ടതാണ്. അതായത് ഞാൻ പറയാം, ആ പുറത്തേല എന്തോ ടേസ്റ്റ്. നാസി ലമക്ക് അത് നല്ല. നാസി ലമക്ക് നല്ല, ഈ നൂഡിൽ നല്ല. പക്ഷെ സൂഷി ഇതെല്ലാം ആശയം എന്തോ അമ്മ പറഞ്ഞ ഉണക്കമീൻ്റെ ടേസ്റ്റ്. ആ പുറത്തേല ടേസ്റ്റ് വെരി വിയർ. അകത്തെ സംഭവം ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊതുവെ പുറത്തെ ഫുഡ് ഇങ്ങനെ ഭയങ്കര റാൻഡമായിട്ട് കഴിയാൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫൈൻ, കൊള്ളാം. ദിസ് എലൈസ് ആക്ച്വലി സീ വീഡ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർമ്മ പറഞ്ഞത് അതെന്തോ ഇങ്ങനെ മറൈൻ സ്ഥലത്ത് വളർത്തുന്ന എന്തോ ഒരു ഇതാണ്. ഐ ഡിഡ് നോ അബൌട്ട് ഇറ്റ്. എനിക്കിങ്ങനെ നൗറിൻ്റെ അടുത്ത് ഞാൻ ബ്ലാ പറഞ്ഞപ്പം നൗറിൻ പറഞ്ഞാണ്. ഓക്കെ. ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ലൈക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മുടെ ആ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് ഐറ്റനറി അനുസരിച്ച് ഐ ഗെസ് 20 hour അങ്ങനെ കുറച്ച് പ്ലേസസ് ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് രാത്രി ഡിന്നർ കഴിച്ചിട്ട് ഇനി തിരിച്ച് ഹോട്ടലിൽ വരത്തുള്ളൂ. ഓക്കെ. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തു വന്നു. ഓക്കെ. സോ ഇതാണ് ലഞ്ച്. സോ നമ്മൾ രാവിലെ മലേഷ്യൻ ഫുഡ് കഴിച്ചത് ആക്ച്വലി ഒരു ഇന്ത്യൻ ക്വിസീൻ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ദിസ് ഇസ് ലൈക്ക് ഫിഷ് കറി, രസം, റൈസ്, പിന്നെ പിക്കിൾ, എൻ്റെ ഫേവറേറ്റ്സ്, പിന്നെ പപ്പടം, കറി. ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ ട്വിൻ ടവറിലാണ്. സോ ട്വിൻ ടവർ എന്ന് പറയുമ്പം ആക്ച്വലി ലൈക്ക് ആ ടവറിൻ്റെ അകത്തൊരു മോളാണ്. സോ ആ മോളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ സോ നമ്മളിങ്ങനെ മോൾ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കും. ഹായ് ഗൈസ്. ഹായ് അമ്മ. ഓക്കെ. സോ നമ്മൾ ട്വിൻ ടവർ കണ്ടിട്ട് പുറത്ത് ഇറങ്ങി. സോ അതാണ്. ഓക്കെ. അത് ആക്ച്വലി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ ക്ലൈമറ്റ് ഇസ് ലൈക്ക് വെരി ഹോട്ട്. ട്രിവാൻഡ്രത്തെ കാട്ടി ആക്ച്വലി ഭയങ്കര ഹോട്ട്. ഓക്കെ. സോ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്പർ 2. ദാറ്റ് ഇസ് ചോക്ലേറ്റ് പുട്ടിക്കോ ചോക്ലേറ്റ് ഫാക്ടറിയോ അങ്ങനെയാണ് അതിനെ പറയുന്നത്. അതിനെപ്പറ്റി ആക്ച്വലി വലിയ ഐഡിയ ഇല്ല. അകത്ത് പോയിട്ട് നോക്കാം.
ഹേ ഗൈസ്, നമ്മളിപ്പം നിൽക്കുന്നത് കിങ്സ് ഓക്കെ ഭയങ്കര കാറ്റ്. നമ്മളിപ്പം ആക്ച്വലി കിങ്സ് പാലസിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അറിയത്തില്ല, ഇവിടെ ക്ലോസ് ആണെന്ന് തോന്നുന്നു. ഓപ്പൺ അല്ലല്ലോ, ക്ലോസ് അല്ലേ? ജസ്റ്റ് പുറത്തുനിന്നുള്ളേ ഉള്ളൂ, അത് ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഇവിടെ ആക്ച്വലി ഒന്നും ഇല്ലായിരുന്നു. അതായത് ഇവിടുത്തെ ലൈക്ക് മലേഷ്യയിൽ എന്തോ കിങ് താമസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ അകത്തൊന്നും കയറ്റി എടുത്തില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കാണാം, അത്രേ ഉള്ളൂ. അവരില്ലേ, അവർക്ക് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് അതിന് ഇത് തന്നെ നമ്മൾ തിരിച്ചു വന്നു. അമ്മ ലൈക്ക് അമ്മ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എവിടെയും കറങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ അമ്മയ്ക്ക് പരാതിയാണ് സ്ഥലത്തൊക്കെ വന്നിട്ട്. പക്ഷെ അമ്മ രാവിലെ തൊട്ടേ നമ്മൾ കറങ്ങുമ്പോൾ തളർച്ചയിൽ അമ്മ കാറിന്ന് ഇറങ്ങിയില്ല. ഞാനും അച്ഛനും മാത്രം ഇങ്ങനെ നമ്മളതിന് തിരിച്ചു. ഇനി അടുത്ത ഇനി എന്തോ അച്ഛൻ പോകും. അടുത്ത ഇനി ലൈക്ക് 1 more പ്ലേസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഷോപ്പിംഗ്. അതുവരെ ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അത് കഴിഞ്ഞുള്ള സ്ഥലത്ത് ഞാനും കാറിലായിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ ഭയങ്കര വിശന്നിട്ട് നമ്മൾ ടീ ടൈമിന് വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അമ്മയും ഉറക്കത്തിൽ നനച്ച് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് വന്നു. ഇനി ലൈക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങും. സോ ദിസ് ഇസ് ആക്ച്വലി ദ എൻഡ് ഓഫ് ഡേ 1. ശരിക്കും ഡേ 1 നല്ല ഫണ്ണായിരുന്നു. പിന്നെന്താ, കുറേ സ്ഥലങ്ങളൊക്കെ ആക്ച്വലി പോയി. അങ്ങനെ ഇനി ബാക്കി നാളെ ഡേ 2 കാണാം. ബൈ. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 2. സോ ഇന്ന് ഡേ 2 ആണ്. ഞാനും അച്ഛനും അമ്മയും, അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഞാനും അമ്മയും റെഡിയായി. സോ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ലേറ്റാണ്. ഞങ്ങളടുത്ത് 9:30 ആയി. ഇപ്പോൾ 9:30 ഒക്കെ കഴിഞ്ഞു. സോ ഞങ്ങൾ ലൈക്ക് റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിൽ ഗോ ടു ബട്ടു കേവ്സ്. സോ ബട്ടു കേവ്സ് എന്ന് വെച്ചാൽ അവിടെ ലൈക്ക് ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ലൈക്ക് ലോർഡ് മുരുകയുടെ ആണെന്ന് തോന്നുന്നു. അല്ലേ അമ്മ? ആണ്. ഓക്കെ. സോ സ്റ്റാച്ചു ഉണ്ട്. ആൻഡ് അവിടെ പോകണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് 272 സ്റ്റെപ്സ് നടന്ന് കയറണം. അങ്ങനെ സോ ഇന്ന് ടെമ്പിളിൽ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ജിമ്മിക്കൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഔട്ട്ഫിറ്റാണ്. സോ ബാക്കി മേ ബി ബട്ടു കേവ്സിൽ പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലൈക്ക് എനിക്ക് നാസി നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ നൂഡിൽസ് ഇസ് ലൈക്ക് ഭയങ്കര ടേസ്റ്റി. ഹായ് ഗൈസ്, സോ ഇതാണ് ബട്ടു കേവ്. സോ ഇതിൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലൈക്ക് ആ സ്റ്റെപ്സ്. there are like 272 സ്റ്റെപ്സ്. അത് കയറുവാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ടെമ്പിളിലെത്തും. ഞങ്ങൾ കയറുമെന്ന് അറിയത്തില്ല. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്റ്റാച്ചു ആണ് വെരി പോപ്പുലർ. ഹായ് ഗൈസ്, സോ ഞാനും അച്ഛനും അമ്മയും കൂടെ നടക്കാൻ തീരുമാനിച്ചു. സോ വി ആർ ഗോയിങ് ടു വാക്ക്. അങ്ങനെ 272 സ്റ്റെപ്സ്. ഗൈസ്, ഇവിടെ ആക്ച്വലി ഒരു കേവ് ഉണ്ട്. അതിനിപ്പോൾ ഡാർക്ക് കേവ് എന്നാണ്. പക്ഷെ ആരെയും കയറ്റി വിടുന്നില്ല. ഇപ്പോൾ ആ കേവ് പോലെ എന്തെങ്കിലും വരും. ഹായ് ഗൈസ്, സോ നമ്മൾ ഇത്രയും പടി കയറിയത് പോരാഞ്ഞിട്ട് ഇവിടെ നമ്മൾ ലൈക്ക് മെയിൻ ഒരു ഗോഡ് പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇനിയും നമ്മൾ നടക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഹോൾ തിങ് ആക്ച്വലി ഇതൊരു കേവിൻ്റെ അകത്താണ് ഇതൊക്കെ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പ്രത്യേകമാണ്. ഈ ഹോൾ കേവിലേക്ക് പിന്നെ പൊങ്ങി പോകുമ്പോൾ സോ അതിനനുസരിച്ച് അതിൻ്റെ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് വേ ഹാവ് ടു ലൈക്ക് വാക്ക്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വെരി പ്രറ്റി ഈ ഹോൾ കേവ് കാണാൻ. ഗൈസ്, നമ്മൾ ഇപ്പം ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ there are like lots of shops, ലൈക്ക് വലിയൊരു പ്ലേസ്. അവിടെ നമുക്ക് കുറേ ഇങ്ങനെ നടന്ന് ഓരോരോ സംഭവം എക്സ്പ്ലോർ ചെയ്യും. കേബിൾ കാർ അങ്ങനെയൊക്കെ. ഹായ് ഗൈസ്, സോ ഞാനിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ സോവനിയർ പോലെ ഞാൻ മേടിക്കുന്നുണ്ട് ടോയ്സ്. നമ്മളിപ്പോഴേക്ക് ഒരു ടോയ് ഷോപ്പിൽ നിൽക്കുക. ഇവിടെ എന്തെങ്കിലും വില പറഞ്ഞ കണ്ട ഈ മേടിച്ചു തരും അല്ലേടാ? സോ ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള നൈക്കിയുടെ ഷോപ്പിലാണ്. സോ
എന്താ ഞാനും അച്ഛനും അമ്മേൻ്റെ ഷൂസ് നോക്കുമായിരുന്നു. സോ ഐ ഗോട്ട് 1 ഷൂസ് ദീസ് ഫോർ ദ മേറ്റ്സ് കാണിച്ചു തരാം. ഹൈ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. സോ നമ്മൾ ആക്ച്വലി ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നു. സോ ഇവിടെ ഇറ്റ്സ് ലൈക്ക് കേബിൾ കാർ വഴി എന്തോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. സോ നമ്മൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് അവിടുത്തെ കുറച്ച് സ്റ്റോറിലൊക്കെ നടന്ന് തീം പാർക്കിലൊക്കെ പോയിട്ട് അയ്യോ ഇത്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഹായ് അമ്മ. അമ്മ നോക്ക് ചെയ്ത്. സോ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി രാത്രി ഡിന്നർ കഴിക്കാനേ പുറത്തിറങ്ങത്തുള്ളൂ. ഹായ്, സോ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നറിന് വേണ്ടി പോവാണ്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേറൊരു ഫുഡ് സ്ട്രീറ്റിൽ വന്നു. സോ ആക്ച്വലി നമ്മൾ ഒരു ഫുഡ് സ്ട്രീറ്റിലാണ്. ഇവിടെ ആക്ച്വലി ഭയങ്കര പ്രത്യേക ലൈറ്റൊക്കെ ഇട്ട് വിത്ത് ലോട്ട്സ് ഓഫ് ഷോപ്സ്. ഭയങ്കര രസം. ലൈക്ക് ഫുൾ ഫുഡാണ്, പക്ഷെ ഭയങ്കര നൈസ്. സഞ്ജു റാനമാസ് ബാർബിക്ക് സംഭവം കഴിക്കുന്ന എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓക്കെ, സഞ്ജു കോൾ. ഇവിടെ ഒരാളൊന്നും കഴിക്കുന്നില്ല. അമ്മയ്ക്കതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കത് ഇഷ്ടപ്പെടുന്നില്ല. ലൈക്ക് സ്ട്രോബെറി ഒരുക്കാം. ആൻഡ് ഇതിൽ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജാമ്പയ്ക്ക് ആൻഡ് പിന്നെ മാംഗോ, ഇത് രണ്ടും. ഓക്കെ, ഫണ്ണി ഒന്നുമില്ലാതെ കൊച്ചിങ്ങയൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നേ ഇതൊക്കെ? ചിരിച്ച് മരിക്കുവാണല്ലോ ഇവിടെ. സോ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ലൈക്ക് ഫുഡ് സ്ട്രീറ്റിലൊക്കെ പോയിട്ട് വാസ് ആക്ച്വലി വെരി നൈസ്. റാൻഡമാസ് കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ റൂമിൽ വന്നപ്പോൾ ഇറ്റ്സ് ലൈക്ക് 10:30 ഇവിടെ. ഇനി മോർണിംഗ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ഡേ 2. നാളെ ഇറ്റ്സ് ഡേ 3. നാളെ ആക്ച്വലി 5 ഡേയ്സിലേക്കാണ് വന്നത്. സോ നാളെ 3rd ഡേ ആണ്. പിന്നെ എനിക്ക് ഓൺലി 2 more days ലെഫ്റ്റ്. സോ ഇന്നൊക്കെ ഇറങ്ങിയിട്ട് നാളെ ഇനി വി ഹാവ് ടു വേക്കപ്പ് അറ്റ് 8. എന്തോ ലൈക്ക് ഡ്രൈവർ ലൈക്ക് 10 ആകുമ്പോൾ വരും. എന്നിട്ട് നാളെ വീൽ വിസിറ്റ് 2 places. അത്രേ ഉള്ളൂ. ബൈ. Hey guys, welcome to day 3. So ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9:30. 10 ആകുമ്പം പുറത്തോട്ട് പോവും. സോ ഞാനും അച്ഛനും അമ്മ റെഡിയായി. ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ബാക്കി പുറത്ത് പോയിട്ട് ബൈ. ഹായ് ഗൈസ്, സോ നമ്മളിപ്പം അക്യോറത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മോളിൻ്റെ അകത്ത് വന്നു. ലൈക്ക് അക്യോറം ഇസ് ഇൻസൈഡ് മോൾ. സോ നമ്മൾ ആ മോളിൻ്റെ അകത്താണ്. ഹൈഡാ. ഗൈസ്, സോ അച്ഛൻ എനിക്കിത് മേടിച്ചാണ് കുറേ പറഞ്ഞിട്ട്. എന്തെങ്കിലും മേടിച്ചാറുണ്ടോ? അങ്ങനെ അല്ലേ? ഹായ് ഗൈസ്, സോ നമ്മൾ ഇനി ട്വിൻ ടവറിൽ പോയി ഫോട്ടോ എടുക്കാൻ പോവാണ്. അക്വേറിയം എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇറ്റ് വാസ് ആക്ച്വലി വെരി പ്രിറ്റി. നമ്മൾ ട്വിൻ ടവറിൽ പോകുന്നു. ഇവിടെ ആക്ച്വലി ആ ട്വിൻ ടവറിലോട്ട് പോകുന്ന സ്ഥലത്തേക്ക് ഭയങ്കര വെയിൽ. ആക്ച്വലി നല്ല ചാഞ്ഞ് അടിക്കും. അതിന് ഭയങ്കര വെയിൽ. നമ്മളെത്താറേല്ലോ. ഗൈസ്, സോ നമ്മളിതാ ഈ ബാക്കിൽ കാണുന്ന ബേർഡ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോകുന്നു. ഒരു ഫോട്ടോ എടുത്തു തരും. എനിക്കാണെങ്കിൽ ആക്ച്വലി ഇതൊക്കെ കയ്യിൽ പേടിയാണ്. കുഴപ്പമില്ല. ഹായ് അമ്മ. അയ്യോ, എന്ത് സന്തോഷം. ഹായ് ഗൈസ്, സോ ഒരു ബേർഡിൻ്റെ കൂടെ ഫോട്ടോ എടുത്തതിന് ബാക്കി അമ്മയുടെ ഐഫോൺ പൊട്ടി.
ഇവിടെ അതായത് ലൈക്ക് എനിക്ക് ആദ്യം ലൈക്ക് പേടിയായിരുന്നു. സോ ദേ മെയ്ഡ് മീ സിറ്റ് ഇൻ ബിറ്റ്വീൻ. ലൈക്ക് നടുക്കിരിക്കുന്ന ആണെന്ന് കൈ വെച്ചാൽ മതി. പക്ഷെ എനിക്ക് അതും ലൈക്ക് ഭയങ്കര പേടി. സോ എൻ്റെ കയ്യിലേ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലൈക്ക് പേടിച്ച് എനിക്ക് മിണ്ടായി പറയട്ടെ. സൈഡിലോട്ട് ഇരുന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ വന്ന് താഴെ വീണ്, അമ്മയുടെ ഐഫോണും താഴെ വീണു. ഇവിടെ രണ്ടുപേരും അതിൻ്റെ പേര് അടി കൂടുന്നു. എനിവേസ് ഞാൻ അങ്ങനെ ബേർഡിനൊന്നും വെച്ചില്ല. എനിക്ക് ആക്ച്വലി ഭയങ്കര ലൈക്ക് പേടി. സോ അച്ഛൻ മാത്രം ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന 5 ബേർഡും അച്ഛൻ്റെ കയ്യിലായിരുന്നു തോന്നുന്നു. ഞാൻ പിക്ചർ ആക്ച്വലി ഇതിൽ ഇതാവേ ലൈക്ക് സൈഡിൽ ഫോട്ടോ അയച്ചുതരാം. ഓക്കെ ബൈ ഗൈസ്. ഇതാ കണ്ടോ, ഇതിൽ നമ്മളാരും വെക്കാത്ത അച്ഛനായിരുന്നു 5 കിളി. പിടിക്കല്ലേ അമ്മ അത് 1 കിളി അതായി താഴെ ഇടിച്ച് വീട്ടു. എനിക്കൊന്നും ഇല്ല, ഞാനൊന്നും വെച്ചില്ല. അച്ഛനായിട്ട് ആക്ച്വലി ആ 20 റുപ്പീസിന് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇത് ചുമ്മാ ഞാനും അമ്മയും വേസ്റ്റ് പണി. അമ്മ എനിക്ക് നോക്ക്. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ധൈര്യം. കോമഡി തന്നെ കേട്ടോ. എനിക്ക് ബേർഡ്സ് ആൻസറിന് ബോൾ പൾസം അത് തുറക്കുമ്പോൾ എൻ്റെ കുഞ്ഞു ഡോൾ കിട്ടും. സോ നമുക്ക് നോക്കാം. എത്ര രൂപയായിരുന്നു? 5 റിങ്കറ്റ്സ്. പൈസ കളഞ്ഞിട്ട് സമാധാനമായി. പൈസയുടെ വില അങ്ങനത്തൊരു കുട്ടി. എന്ത് യൂസ് അത്? എന്താണ് സംഭവം? ഇതിങ്ങനെ എന്തുവാ ഇത് ഇങ്ങനെ ആക്കത്തില്ലേ? വലിക്കാം, പൊട്ടത്തില്ല. ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ വലിച്ചാൽ മതി. അതൊക്കെ ആവശ്യമുണ്ട് ഇയാൾക്ക്. അച്ഛനും കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഭയങ്കര വിശപ്പ്, ഭയങ്കര ടയർഡ്. സോ ഫുഡ് കഴിക്കാൻ പോകുന്നു. അമ്മയ്ക്ക് ഞാൻ ഇളക്കിയില്ല കയ്യിൽ നിന്ന്. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി. ബ്ലഷ് ഇട്ട് ചുറ്റിയ പോലെ ഉണ്ട് കാണാൻ. ഗൈസ് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് വന്നു. സോ ഞാൻ കുറേ ദിവസം ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നൊരു ഷോപ്പാണ് സ്റ്റിക്കർ എഫക്ട്. അത് ആക്ച്വലി ഒരു സ്റ്റേഷനറി ഷോപ്പ്. പിന്നെ മലേഷ്യ വരുന്നതിന് മുമ്പ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പം ഭയങ്കര റാൻഡമായിട്ട് കുറേ വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടൊരു സ്റ്റേഷനറി ഷോപ്പാണ്. സോ ചുമ്മാ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ എനിക്കതൊന്നും അവിടെ പോയി ചുമ്മാ അവിടെ കുറേ ജേർണൽസിനൊക്കെ വേണ്ടിയിട്ട് ക്യൂട്ട് പട്ടി ആനിവേഴ്സ്. ഹായ് ഗൈസ്. അപ്പം നമ്മൾ ലൈക്ക് ആ ഷോപ്പിൽ കയറി. അവിടെ ഇറ്റ്സ് ആക്ച്വലി വെരി എക്സ്പെൻസീവ്. പിന്നെ അവിടെ കയറിയുണ്ട് ഐ ബോട്ട് ലൈക്ക് ഇതവർ ഫ്രീ ആയിട്ട് തന്നുണ്ട് കലണ്ടർ. ഐ ബോട്ട് ലൈക്ക് സ്റ്റിക്കേഴ്സ്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് സ്റ്റേഷനറി ഷോപ്പ് പോലെയല്ല. സ്റ്റേഷനറി ഇൻ ദ സെൻസ് അവിടെ ഉണ്ട് ലൈക്ക് ഇങ്ങനെ പെൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി ഇങ്ങനെ ഇപ്പോൾ ജേർണൽസ് ചെയ്യാനും പിന്നെ പോസ്റ്റ് കാർഡ്സ് അങ്ങനത്തെ ലൈക്ക് പോസ്റ്റ് കാർഡ്സ്, സ്റ്റാമ്പ്, കുറേ സ്റ്റിക്കേഴ്സ് അങ്ങനെ അവിടെ കുറേ ആൾക്കാരാണ്. എല്ലാവരും കുറേയൊക്കെ മേടിച്ചു. പക്ഷേ നമ്മൾ ലൈക്ക് ഇന്ത്യൻ റുപ്പിയിലോട്ട് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി വെരി കോസ്റ്റ്ലി. അവിടെ നമ്മൾ അധികം ഒന്നും മേടിച്ചില്ല. ഞാൻ ലൈക്ക് തുറക്കുമ്പോൾ എന്നാ മേടിച്ചാൽ കാണിച്ചില്ല. ഐ ബോട്ട് ലൈക്ക് ക്യാറ്റിൻ്റെ സ്റ്റിക്കേഴ്സ്. ദാറ്റ്സ് നോട്ട് ബിക്കോസ് എനിക്ക് ക്യാറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായിരുന്നു ഏറ്റവും വില കുറഞ്ഞ സ്റ്റിക്കർ. അപ്പോൾ നമ്മൾ അതങ്ങ് എടുത്തു. അങ്ങനെ സോ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഹോട്ടലിൽ പോകുന്നു. എന്നിട്ട് ലൈക്ക് കുറച്ച് നേരം നമ്മൾ എന്താണ് റെസ്റ്റ് ചെയ്യും. എന്നിട്ട് രാത്രി ലൈക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങും. ആ സമയത്ത് എന്തോ ആക്ച്വലി നമ്മൾ രാവിലെ ആണെങ്കിൽ ആ ട്വിൻ ടവറിൽ ഫോട്ടോ എടുക്കാൻ പോയില്ല. സോ രാത്രി അതെടുക്കാൻ പോകും. നമ്മൾ അന്ന് ട്വിൻ ടവറിൽ പോയി. പക്ഷെ അന്ന് വീണിട്ടേക്ക് ഫോട്ടോ. സോ ഇപ്രാവശ്യം ലൈക്ക് രാത്രി അവരെ ലൈക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ നിൽക്കും. സോ അവരെ കൊണ്ട് എടുപ്പിക്കണം. അങ്ങനെ ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ വന്നു. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ കഴിഞ്ഞിട്ട് മേ ബി എവിടെയെല്ലാം അടുത്ത് പോകുമായിരിക്കും. എന്നിട്ട് വിൽ കം ബാക്ക്. ഹേ ഗായ്സ്, വെൽക്കം ടു ഡേ 4. സോ ഇന്നലെ രാത്രി ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഇന്നലെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. ആൻഡ് വി വെന്റ് ടു ടവർ. അവിടേക്ക് വലുതായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കാത്ത. സോ ഇന്ന് ഇറ്റ്സ് ഡേ 4 ആൻഡ് ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിൽ ഗോ ടു എ റിവർ സംതിങ് ലൈക്ക് ദാറ്റ്. അവിടെ പോയിട്ട് ബാക്കി എടുക്കാം. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. സോ മലേഷ്യ വന്നിട്ട് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് മീൽ ഇസ് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്നും ന്യൂഡിൽസും പിന്നെ ചിക്കൻ സോസസും സാൻഡ്വിച്ചാണ് കഴിക്കുന്നത്. ലിറ്ററലി എന്നും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ്. ചിക്കൻ സോസ്. സോ നമ്മൾ റിവർ ക്രൂസിൽ നിന്ന്
ഇത് ആക്ച്വലി ലൈം ജ്യൂസ് വിത്ത് എന്തോ ടെൻഡർ കോക്കനട്ട്. സൗണ്ട്സ് വിയർഡ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ക്രൂസിൽ പോയി. ഇറ്റ് വാസ് വെരി പ്രിറ്റി. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, വി ടുക്ക് എ വാക്ക് അറൗണ്ട് ദ സ്ട്രീറ്റ്. ആൻഡ് ഇപ്പം വേറൊരു സ്ട്രീറ്റിൻ്റെ അകത്തോട്ട് പോവാണ്, ലൈക്ക് ചുമ്മാ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ആ സ്ട്രീറ്റിൻ്റെ പേര്, ജോങ്കർ വാക്ക്. കുറേ ക്യൂട്ട് തിങ്സ്. ഹായ് ഗായ്സ്, ഓക്കെ നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചാണ് എന്തുവാ പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്തിന് ലഞ്ച് കഴിക്കാൻ പോകും. എന്നിട്ട് വിൽ പ്രോബ്ലി ഗോ ടു അവർ ഹോട്ടൽ. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ രാത്രി എങ്ങാനും ഇറങ്ങത്തുള്ളൂ. ഓക്കെ ഗായ്സ്, ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങി. ലഞ്ച് ആക്ച്വലി അത്ര നല്ലതായിരുന്നില്ല. ഇത്ര ദിവസം കഴിച്ചതിൽ ഭയങ്കര ലൈക്ക് നമ്മൾ ഈ ലഞ്ചും ഡിന്നറൊക്കെ ആക്ച്വലി ഏജൻസി വഴിയാണ് കഴിക്കുന്നത്. സോ അവരിലേക്ക് നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് ദേ ഗിവ് us ഇന്ത്യൻ ഫുഡ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ആകെ എക്സ്പ്ലോർ ചെയ്തത് ഒരു ദിവസം അന്ന് സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയപ്പോഴും പിന്നെ എന്തുവാ രാവിലെ ഞങ്ങളുടെ ഹോട്ടലിലെ ഫുഡിലേക്ക് ഭയങ്കര ചെയ്യാം. അത് ഇവരെല്ലാം ഞങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത്. നാളെ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഫുൾ നമ്മുടെ ലൈക്ക് നാളെ ആക്ച്വലി ടുഡേ ഈസ് ലൈക്ക് സെക്കൻഡ് ലാസ്റ്റ് ഡേ. നാളെയാണ് ലാസ്റ്റ് ഡേ. അതായത് നാളെ ഈവനിങ് 7 എന്തുവാണ് ഫ്ലൈറ്റ്. സോ നാളെ ആകെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്നായിരിക്കും. ലഞ്ച് മാത്രമേ എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. നാളെ ഇറ്റ്സ് ഫുള്ളി ലൈക്ക് നമ്മൾ തന്നെയാണ് ലഞ്ചാണ്. അമ്മ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ലഞ്ച്? അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ആ മുഖത്തുനിന്ന് മനസ്സിലായില്ലേ, വളരെ സങ്കടകരമായിരുന്നു. ആൻഡ് ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു 7:30 ഒക്കെ ആകുമ്പം വിൽ ഗോ ഷോപ്പിംഗ്. എന്നിട്ട് രാത്രി നമ്മൾ ഡിന്നർ കഴിച്ച് തിരിച്ച് വരും. ഓക്കെ ഹായ് ഗൈസ്, അപ്പം നമ്മൾ രാത്രി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നു. ഇവിടെ ദർ ഇസ് എ മാർക്കറ്റ് കോൾ സെൻട്രൽ മാർക്കറ്റ്. അവിടെ ലൈക്ക് ചീപ്പായിട്ട് കിട്ടും എന്നൊക്കെ പറയാം നമ്മൾ. പക്ഷേ ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് ആക്ച്വലി കുറേ സ്ഥലത്ത് പോയി. പക്ഷേ എല്ലായിടത്തും ഇറ്റ് വാസ് ലൈക്ക് വെരി എക്സ്പെൻസീവ്. ലൈക്ക് എന്ത് ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ലെറ്റ്സ് സീ. ഇവിടെ ഷോപ്പിംഗ് എന്ന് വന്നിട്ടുണ്ട്, നോക്കാം. ഹായ് ഗൈസ്, സോ ഞാൻ ഇതിൽ ഒരെണ്ണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു. ഇനി വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോട്ടൽ. ആക്ച്വലി നല്ല ഉറക്കം വന്നു. ഐ എം ലൈക്ക് സോ ടയേർഡ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ഡേ 4 ആൻഡ് ടുമോറോ ഇസ് ദ ലാസ്റ്റ് ഡേ. നാളെ ഈസ് ലൈക്ക് ഡേ 5. ടുമോറോ ഇസ് ദ ലാസ്റ്റ് ഡേ. അപ്പം ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഡേ 4. നാളെ കാണാം, ബൈ. ഹേ ഗായ്സ്, വെൽക്കം ടു ഡേ 5. സോ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പം ഞാനും അച്ഛനും അമ്മയും ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ റെഡിയായി, അച്ഛനും അമ്മയും റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. സോ ഇറ്റ്സ് അറൗണ്ട് ലൈക്ക് 11:30. അപ്പോൾ നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യും. ലൈക്ക് 12 മുമ്പ് വെക്കേറ്റ് ചെയ്യണം. സോ നമ്മളിപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലഗേജൊക്കെ ലോബിയിൽ കൊടുത്തിട്ട് വി ഹാവ് ടു ഗോ ആൻഡ് ഡു സം ഷോപ്പിംഗ്. വി ഹാവ് ടു ഗോ ഓൺ അവർ ഓൺ. കാരണം ഇത്രയും ദിവസം വന്നുകൊണ്ട് ടാക്സി വരത്തില്ല. നമ്മളിനി ആ എയർപോർട്ടിൽ വിടാനേ അവരെ വരത്തുള്ളൂ. സോ നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ പോയി ആ സെയിം സ്ഥലത്ത് ഒന്നും കൂടെ പോകണം, കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ. കാരണം വി ഡിഡ്ന്റ് ഡു മച്ച് ഓഫ് ഷോപ്പിംഗ് യെസ്റ്റർഡേ. നമ്മൾ ഇന്ന് അവിടെ പോവും. പിന്നെ വേറെയും കുറച്ച് ഷോപ്പിംഗ് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അവിടെ പോവും. പിന്നെ വിൽ ഹാവ് ഫുഡ് ഇതുവരെ കഴിക്കാത്ത അവിടെ നിന്നെങ്കിലും. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇസ് 10:30. സോ 8 കഴിയുമ്പം എയർപോർട്ടിൽ പോകണം. സോ അതുവരെ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തമായിട്ട് തന്നെ മലേഷ്യക്ക് എക്സ്പ്ലോർ ചെയ്യും. യാ, ദാറ്റ്സ് ഇറ്റ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ട്വിൻ ടവറിൽ വന്നു. നമ്മൾ വൺസ് വിസിറ്റ് ചെയ്തതാണ്, പക്ഷേ ലൈക്ക് അന്ന് ഫോട്ടോ എടുത്തില്ല. സോ വി വാണ്ടഡ് ടു ടേക്ക് എ ഫോട്ടോ. സോ ദാറ്റ് വീട്ടിൽ പോയി നമ്മൾ ഫ്രെയിം ചെയ്ത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഫ്രെയിം ചെയ്യും. സോ അങ്ങനെ. സോ വി തോട്ട് വിൽ കം അഗെയിൻ ആൻഡ് ടേക്ക് എ ഫോട്ടോ. നമ്മൾ അങ്ങനെ ട്വിൻ ടവറിൽ ഫോട്ടോ എടുക്കാൻ പോകും. ഹായ് ഗൈസ്, അപ്പം നമ്മളിങ്ങനെ ട്വിൻ ടവറിൽ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും പറയും അമ്മ യെസ് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് വന്ന ചേട്ടൻ വാസ് ലൈക്ക് യു ഹാവ് എ വെരി പ്രിറ്റി ഡോട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എപ്പം പഠിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു. അല്ലേ അമ്മ? അമ്മയുടെ റിയാക്ഷൻ എന്താണ്? അമ്മ പറഞ്ഞു ഇല്ലെങ്കിൽ കല്യാണം ആലോചിക്കാൻ വേണ്ടിയായിരുന്നു ചേട്ടൻ. എന്തോന്നാ? ആദ്യം പഠിക്കും പിന്നല്ലേ കല്യാണം. ആദ്യം പഠിക്കും പിന്നല്ലേ കല്യാണം. അത് അമ്മ പറഞ്ഞില്ല, പക്ഷേ അമ്മ പറഞ്ഞില്ല, അമ്മയുടെ മനസ്സ് പറഞ്ഞതാണ്. ഓക്കെ ഗായ്സ്, ഭയങ്കര ശല്യപ്പെടുത്തി കുറേ വട്ടം എടുക്കാൻ ട്രൈ ചെയ്ത്. ഓക്കെ, സോ ഇതാണ് ഭയങ്കര ക്യൂട്ടല്ലേ.
നമ്മൾ ആക്ച്വലി ഇതുപോലെ 2-3 കുട അവിടെ നിന്ന് എടുത്തു. ലൈക്ക് വെരി ക്യൂട്ട്. ഇവിടെ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ കുത്തി സോ അതങ്ങനെ എടുത്തു. അതാണ് നമ്മൾ ആക്ച്വലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വി ആർ ഗോയിങ് ബാക്ക് ടു ഹോട്ടൽ. അവിടുത്തെ ലൈക്ക് ലോബിയിൽ ലഗേജ് ഒക്കെ വെച്ചിരിക്കുക. സോ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു 4 ഒക്കെ ആകുമ്പോൾ വിൽ ഗോ ടു ദ എയർപോർട്ട്. എന്നിട്ട് ഒരു 4 ആകുമ്പോഴത്തേക്കും വിൽ ഗോ ടു ദ എയർപോർട്ട്. എനിക്ക് അറിയത്തില്ല ആക്ച്വലി എന്നെ അത്ര നേരത്തെ പോകുന്നതെന്ന്. അച്ഛാ എന്തിനാ ലൈക്ക് 4 ആകുമ്പോഴേ പോകുന്നത്? 4 ആകുമ്പോൾ എന്തിനു പോകുന്നത്? ഓക്കെ ഇൻ ബിറ്റ്വീൻ നമ്മൾ വേറെ എന്തോ കാണാൻ പോകും. എന്നിട്ട് ലൈക്ക് ഒരു 8 ഒക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് എയർപോർട്ടിൽ വിടുമ്പോൾ തോന്നും. ഓക്കെ ഗൈസ്, ഹായ്. സോ നമ്മൾ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഇപ്പം പുത്രജയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈക്ക് ഇങ്ങനെ ഇവിടുത്തെ ഒരു ബ്യൂട്ടി അതൊക്കെ കാണാനാണ്. പിന്നെ അല്ലാതെ ഇവിടെ ലൈക്ക് എന്താണ് ഇവിടെ ഇങ്ങനെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്, പിന്നെ ഹൈക്കോർട്ട്, അങ്ങനത്തെ കുറേ ലൈക്ക് ഒഫീഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവിടെ ആക്ച്വലി ലൈക്ക് ഭയങ്കര പ്രത്യേകമാണ്. ലൈക്ക് കാണിച്ചു തരാം. ലൈക്ക് ലേക്കും അങ്ങനെയൊക്കെ വെരി പ്രത്യേകം. അപ്പം നമ്മളാണെങ്കിൽ എയർപോർട്ടിലാണ്. നമ്മൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ നടക്കാം. നമ്മൾ എയർപോർട്ടിലാണ് ഇപ്പം. ഞാൻ ലൈക്ക് വെരി ഹംഗ്രി. സോ നമ്മൾ ബർഗർ കഴിച്ചു. നമ്മൾ ബർഗർ കഴിക്കുന്നു. ഞാനും കഴിക്കുന്നു. നമ്മൾ അത് ഭയങ്കര ശബ്ദം. നമ്മുടെ ട്രോള് നമ്മളെപ്പോൾ എടുത്താലും പൊളിഞ്ഞ ട്രോള് നമുക്ക് ഇന്നെടുത്ത ട്രോളിൽ ഭയങ്കര ശബ്ദം അതായി കേൾക്കുന്നത്. കഴിഞ്ഞ വട്ടം നെൻവിറ്റൊക്കെ ഇറ്റ് വാസ് ലൈക്ക് അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ അപ്പ് ഇത് പൊട്ടി. പിന്നെ സിഗ്നൽ എന്നെ എടുത്തപ്പം എടുക്കാനേ പറ്റുന്നില്ല. അങ്ങനെ എനിവേസ് നമ്മൾ സോ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. സോ ദിസ് ഇസ് ലൈക്ക് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ വ്ളോഗ്. ആക്ച്വലി മലേഷ്യ വാസ് ലൈക്ക് ഭയങ്കര ഫണി. ഇറ്റ് സച്ച് എ പ്രിറ്റി പ്ലേസ്. എനിക്ക് യൂഷ്വലി എല്ലാത്തോടെ ചിരിക്കുന്നത്. എനിക്ക് വേറെ നടക്കുമ്പോൾ നടക്കാം. യൂഷ്വലി എനിക്കിങ്ങനെ പുറത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. ദിസ് ടൈം ഐ ലൈക്ക് മലേഷ്യൻ ഫുഡ്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് മൈ വ്ളോഗ്. സോ ഈ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും എടുക്കാത്തതുകൊണ്ട് ഇറ്റ്സ് നോട്ട് വിയേർഡ് ഇപ്പം. പക്ഷേ എന്തോ ഞാൻ വിചാരിക്കും എടുക്കണം. ഡാൻസ് പോസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞ് യൂട്യൂബ് തുടങ്ങിയത്. സോ ഐ തോട്ട് ഡാൻസ് മാത്രം പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പം ഐ ഗെറ്റ് കോൺഫിഡൻസ് ടു പോസ്റ്റ് എ വ്ളോഗ്. ഡോണ്ട് ജഡ്ജ്. ഓക്കെ സോ ഞാൻ വ്ളോഗ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ വ്ളോഗ് ആക്ച്വലി മെമ്മറി ഫോർ മീ. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ എവിടെ പോയി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പക്ഷേ ഇവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടു എന്നൊക്കെ യൂഷ്വലി ഞാൻ മറക്കും. കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇപ്പം വെച്ചാൽ എല്ലാ റാൻഡമായ സ്ഥലങ്ങളും ഇതിലുള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ മൈൻഡിൽ കാണണമെന്ന് വിചാരിക്കും. ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫുൾ ടൈം. ബൈ ഗൈസ്.